നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 കളികളായിട്ട് ഒറ്റ ഗോള് പോലും അടിക്കാത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് എമിലിയാനോ മാർട്ടിനസ് കാവൽ നിന്ന് ആസ്റ്റൺ വില്ലയുടെ വലയിലേക്ക് 3 ഗോളുകൾ അടിച്ചു കയറ്റിയത്. അവിശ്വസനീയമെന്ന് പറയണം. കാരണം അകത്തകർന്നു നിൽക്കുന്ന യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ വില്ലക്കെതിരെയുള്ള ഈ കളിയിൽ അരമണിക്കൂർ ആകുമ്പോഴേക്കും 2 ഗോൾ വഴങ്ങി പുറകിൽ പോയതാ. പക്ഷെ പിന്നീട് തകർപ്പൻ തിരിച്ചുവരവ് നടത്തി 3-2 എമിലിയാനോ മാർട്ടിനസിന്റെ വലയിലേക്ക് അലയാൻഡ്രോ ഗർനാച്ചോയുടെ ഇരട്ട ഗോളുകൾ, പിന്നെ ഇന്ന് വരെ പ്രീമിയർ ലീഗിൽ ഗോൾ അടിക്കാത്ത ഹോയ്ലൻഡിന്റെ ഗോളും. അങ്ങനെ വന്നപ്പോൾ 3-2 വിജയം. അതെ, യുണൈറ്റഡിന്റെ കഴിഞ്ഞ 4 കളികളും നോക്കുക. ബേൺമൗത്തിനോട് 3-0 തോറ്റു, അന്ന് ഗോളില്ല. ബയേണിനോട് 1-0 തോൽവി, ഗോളില്ല. ലിവർപൂളിനോട് ഗോൾ രഹിത സമനില, ഗോളില്ല. വെസ്റ്റ് ഹാം യുണൈറ്റഡിനോട് 2-0 തോൽവി, ഗോളില്ല. കഴിഞ്ഞ 4 കളികളായി ഒറ്റ ഗോൾ പോലും യുണൈറ്റഡ് നേടിയിട്ടുണ്ടായിരുന്നില്ല. ആ യുണൈറ്റഡ് ആണ് ആസ്റ്റൺ വില്ലക്കെതിരെ 3 ഗോളുകൾ നേടി 2 ഗോളിന് പുറകിൽ പോയ ശേഷം ശക്തമായി തിരിച്ചു വന്ന് വിജയിച്ചിരിക്കുന്നത്. 4 കളികളിൽ ഗോളില്ല എന്ന് പറയുമ്പോൾ 440 മിനിറ്റായിട്ടുള്ള ഗോൾ ഡ്രൗട്ടാണ് അലയാൻഡ്രോ ഗർനാച്ചോ അങ്ങ് അവസാനിപ്പിച്ച് കളഞ്ഞത്. ഗർനാച്ചോ ഭിന്നിക്കത്തി കളിക്കുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു. എന്തായാലും അതുമാത്രമല്ല, ഏറ്റവും രസകരമായ കാര്യം, ഹോയ്ലൻഡ് യുണൈറ്റഡിലേക്ക് എത്തിയിട്ട് ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിലും പ്രീമിയർ ലീഗിൽ അദ്ദേഹം ഒറ്റ ഗോൾ പോലും അടിച്ചിരുന്നില്ല. ആ ഗോൾ ഡ്രൗട്ടും എമിലിയാനോ മാർട്ടിനസിന്റെ വലയിലേക്ക് ഗോൾ അടിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങ് തീർത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐ ആം ദി ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദി വേൾഡ് റൈറ്റ് നൗ എന്ന് ഇന്നലെ കളിക്ക് ശേഷം ഹോയ്ലൻഡ് പറഞ്ഞ വാക്കുകളാണ്. ഹോയ്ലൻഡ് 1027 മിനിറ്റുകളായിട്ട് പ്രീമിയർ ലീഗിൽ ഒരു ഗോൾ പോലും അടിക്കാതെ കളി തുടരുകയായിരുന്നു. അത് വന്ന് തീർത്തിരിക്കുന്നു. എന്തായാലും യുണൈറ്റഡ് ശക്തമായി തിരിച്ചു വന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.